വള്ളി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലും മരം വെട്ടിക്കഴിഞ്ഞാൽ ഈ വള്ളിയെ തൂങ്ങി ഇത് കിടന്നാടും, മരം ഇങ്ങോട്ട് പോരുകയല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രമം എന്ന് പറഞ്ഞ പോലൊരു വിഷയം നമ്മൾ ദൈവവചന പ്രകാരം സംസാരിക്കുമ്പോൾ അത് അടുക്കടുക്കായിട്ട് പറഞ്ഞെങ്കിലേ ആൾക്കാർക്കൂടെ മനസ്സിലാവുകയുള്ളൂ. അപ്പം അതിന് ദൈവം തുടർന്നും വൈകിട്ടും കൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. വഴിയിൽ ശത്രുവിൻ്റെ നേരെ ദൈവം തുണയായിട്ടിരിക്കും. പോയിടാം വേഗത്തിൽ വാണിടാം നാൾക്ക് നാൾ മോദമായി പാടിടാമേ. ഓ ഓ പോയിടാം വേഗത്തിൽ വാണിടാം നാൾക്ക് നാൾ മോദമായി പാടിടാമേ. ഓ ഓ നാം ഒന്നായി കൂടിടാം, മുൻപോട്ടു പോയിടാം, ക്രിസ്തുവിനായി ജയ് വിളിച്ചിടുവാൻ. നാം ഒന്നായി കൂടിടാം, മുൻപോട്ടു പോയിടാം, ക്രിസ്തുവിനായി ജയ് വിളിച്ചിടുവാൻ. ഒരുങ്ങിടാം പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദവും കേൾക്കാറായി. ഒരുങ്ങിടാം പ്രിയരെ മോദ. പട്ടിണിയാകിലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാദാതടി. ഓ ഓ പട്ടിണിയാകിലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാദാതടി. ഓ ഓ ലോകക്കാർ നിന്ദ്യമായി എണ്ണിയെന്നാകിലും ക്രൂശാണെനിക്കുള്ള നിക്ഷേപമേ. ലോകക്കാർ നിന്ദ്യമായി എണ്ണിയെന്നാകിലും ക്രൂശാണെനിക്കുള്ള നിക്ഷേപം. ഒരുങ്ങിടാം പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദവും കേൾക്കാറായി. ഒരുങ്ങിടാം പ്രിയരെ മോദമായി. നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഇവർ ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം അതാ ഇന്നലെ ചിന്തിച്ചു വന്നത്. ഒന്ന്, വചനം കേൾക്കുമ്പോ താഴ്ത്തിയില്ല, വചനത്തിങ്കൽ വിറയ്ക്കണം. രണ്ട്, ശാഠ്യം, കണ്ടമാനം ശാഠ്യം. മൂന്ന്, പുരോഹിതന്മാരും പ്രധാനികളും അവര് ചേർന്ന് ജാതികളുടെ സകല മിളയച്ചതയും ഇതിനകത്ത് കൊണ്ട് കയറ്റി. ഇതുകൊണ്ടൊക്കെയാണ് ഇവരെ പ്രവാസത്തിലോട്ട് വിട്ടത്. ഞാൻ ഇനി വിശദീകരിച്ച് പോകുന്നില്ല. നിന്ന് പറയാനാണെങ്കിൽ നിന്ന് പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെ പ്രവാസത്തിലേക്ക് ദൈവം അങ്ങ് അയച്ചു. അതുകൊണ്ട് ദൈവം കൽദയ രാജാവിനെ ഇവരുടെ മുന്നിൽ കൊണ്ടുവന്നു. അവൻ വന്ന് എവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ വചനം പഠിക്കുമ്പോൾ എല്ലാവരെയും ഒന്നും അവൻ കൊണ്ടുപോയുമില്ല. ഈ ഷാജിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്, ഉണ്ട്. ഷാജിന് പോലും ചിലതിനെ ഷാജിനോട് പറയാം, എന്നാ ഇവനെ അങ്ങോട്ട് പോയി, എനിക്കങ്ങും വേണ്ടാന്ന് പറയും. ഒരു വാക്യം ഒന്ന് വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14. അവൻ വന്നപ്പോൾ ആരെയൊക്കെയാ കൊണ്ടുപോയത്? സെലക്ട് ചെയ്ത് അവൻ കൊണ്ടുപോയത്. ഷാജാന്തേലും സെലക്ട് ചെയ്തേ കൊണ്ടുപോവുള്ളൂ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14. ചടികടാന്ന് വായിക്കണം. എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അവൻ വളരെ ശ്രദ്ധിച്ചാ കൊണ്ടുപോയത്. കണ്ടോ?
എല്ലാ യെരുശലേമിലെ യഹൂദനെ എല്ലാം കൊണ്ടുപോയി. യെരുശലേമിലെ യഹൂദന്മാർക്ക് തലക്കനമുണ്ട്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ യഹൂദന്മാരുണ്ടെങ്കിലും യെരുശലേമിലെ യഹൂദന്മാർക്ക് ഇച്ചിരി തലക്കനമുണ്ട്. പണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, പണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, ചാത്തങ്കരിയാന്നല്ലോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും പറയാം, ഈ പെന്തിക്കോസുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടെങ്കിലും കുമ്പനാട്ടുള്ളവർക്ക് അല്പ തലക്കനം. പിന്നെ റാന്നി, മുളക്കുഴ, പുനലൂര് ഈ ഭാഗത്തുള്ളവർക്ക് അല്പ തലക്കനം കൂടുതൽ. അതാണല്ലോ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ യെരുശലേമിലെ ആൾക്കാർക്ക് അല്പ തലക്കനമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇവനെ സെലക്ട് ചെയ്ത് എല്ലാ യെരുശലേമിനെയും പിടിച്ചു. എല്ലാ യെരുശലേമിനെയും വായിരേ സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ, അപ്പൊ പ്രഭുക്കന്മാരെയും പരാക്രമശാലികളെയും കൊണ്ടുപോയി. യെരുശലേമിനെ കൊണ്ടുപോയി, പ്രഭുക്കന്മാരെയും പരാക്രമശാലികളെയും കൊണ്ടുപോയി. പിന്നെ എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും. അവിടെ ആശാരി കൊല്ലനെന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ രീതി വെച്ച് പറഞ്ഞാൽ നല്ല എഞ്ചിനീയർമാർ പിള്ളേരും ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും നല്ല കഴിവുള്ളവര്, അങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവര്, കഴിവുള്ളവര്, മിടുക്കന്മാര്, വിദ്യാനുപണന്മാര്, മിടുമിടുക്കന്മാരെ എല്ലാം കൊണ്ടുപോയി. കൊണ്ടുപോകാൻ ആൾക്കാർ വായിച്ച അടുത്ത വാക്യം, ദേശത്തെ എളിയ ജനം മാത്രമല്ലാതെ ആര് ശേഷിച്ചു? അവരെ കൊണ്ടുപോയില്ല. യായിന് മനസ്സിലായി ഇവനെ ഒന്ന് കൊണ്ടുപോയിട്ടും. അതാ ഞാൻ പറഞ്ഞ പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്വോത്രം ചെയ്യുകയല്ല, സ്വോത്രകാഴ്ച ഇടുകയല്ല. പിന്നെന്തിനാ പിശാചിന്? ഇതെന്തേലും ഒന്ന് ചെയ്യണ്ടേ? ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയി, പിടിച്ചങ്ങ് കൊണ്ടുപോയി. ബദ്ധരാക്കി കൊണ്ടുപോയ ചരിത്രമാ. അന്നേരം പിന്നെ അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ പഴയ പെന്തിക്കോസുകാരില്ലേ? അതെ. കുമ്പനാട്ടാന്നോ? അതെ. പുനലൂരാന്നോ? അതെ. റാന്നി? അതെ. പിന്നെ നെല്ലിക്കാമണ്ണ്? അതെ. നിങ്ങൾ തൃശ്ശൂരുകാരല്ലേ? അവിടെ നെല്ലിക്കുന്നം പഴയ പെന്തിക്കോസുകാർ ഏറിയ കൊട്ടാരക്കര? അതെ അതെ. നരണം, ശൂരനാട്, ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇനിയുണ്ട് ഒത്തിരി. നിങ്ങൾ പഴയ ആൾക്കാരല്ലേ? അതെ അതെ. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലുണ്ട്. ആയിക്കോട്ടെ. ഒരു കാര്യം, സിയോൻ ഗീതങ്ങളൊന്ന് പാടിക്കേ. 37-1, 137-1 ഏതാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വായിക്കുമായിരുന്നു. മോനെ അമ്മാമയ്ക്ക് വായിക്ക് കൊടുക്കുക. അമ്മാമയ്ക്ക് ഒരു അവസരം കൊടുക്ക്. ഇങ്ങോട്ട് കൊടുത്ത് വേവിച്ചാൻ തന്നെ അവസരം എടുക്കാതെ. അമ്മാമ വായിക്ക് പെട്ടെന്ന് വായിക്കും. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന് നടുവിലെ അലർവൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിരണങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളൊന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു. സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. മിടുക്കന്മാരെ എല്ലാം പിടിച്ച് ബാബേലിൽ കൊണ്ടുപോയി. അവര് പറഞ്ഞു, ഒരു പാട്ട് പാടാവോ? ഞങ്ങളുടെ കിന്നരങ്ങൾ അലരി വൃക്ഷ കൊമ്പുകളിൽ ഓരോന്നായി തൂക്കിയിട്ടു ഏറെ മനം അവരായി ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയിടുന്നവർ സിയോൻ ഗീതങ്ങളൊന്ന് ചൊല്ലുവിനായി. ബാബേൽ നദീതീരത്ത് ഞങ്ങളിരുന്നു കൊണ്ട് സിയോനെ ഓർത്ത നേരം താനെ കരഞ്ഞു പോയി. അപ്പോൾ ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയി പറഞ്ഞു, സിയോൻ ഗീതങ്ങളൊന്ന്. അന്നേരം ഇവര് പറയുകയല്ല അവിടെ ഞങ്ങളുടെ കിന്നരങ്ങളല്ല. എങ്ങനെ എഴുതിയേക്കുന്നേ? അലരി വൃക്ഷത്തിൽ. ഈ കിന്നരം അലരി വൃക്ഷത്തിൽ തൂക്കാനുള്ളതാണോ? നീ പെന്തിക്കോസാന്നും പറഞ്ഞിരിക്കുക, കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ആരാധിക്കത്തില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല. എന്തോ കോസ. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേ, പൊതുവിലായി പറയുന്നത്. ഇങ്ങോട്ട് പോന്നപ്പോ അയലത്തുകാർ ചോദിച്ചു, എവിടെ പോവാ? ആരാധനയ്ക്ക്. ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയല്ലേ? ആ വരവൊക്കെ ഒന്ന് കാണും. NIV, KJV,
ബൈബിളേ വെച്ചാൽ 2 വർഷം ഇംഗ്ലീഷും മലയാളമായിട്ടാ. നന്നായിരിക്കുന്നു. അഥവാ ഞങ്ങൾ ഉപദേശമാര് പൊട്ടത്തരം പറഞ്ഞാൽ തിരുത്തി തരണം. ദൈവത്തിന് മഹത്വം. സിയോൻ ഗീതാവലി, സംഗീത രത്നാവലി, ആശ്വാസ ഗീതങ്ങൾ, മരുപ്രയാണ ഗീതങ്ങൾ, കൺവെൻഷൻ ഗീതങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കയ്യടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. ഇതെല്ലാം കിന്നരം അലരി വൃക്ഷത്തിൽ ഇത് അവിടെ തൂക്കിയിടാനുള്ളതാണോ? ദൈവത്തിന് മഹത്വം. കിന്നരമേ തൂക്കിയിടേണ്ടതല്ല, വായിക്കേണ്ടതാ. ആ 2-ാം തരത്തിലെ ആലയത്തിലേക്ക് ദാവീദിന്റെ കാലത്ത് പാട്ടുകാരെ സെലക്ട് ചെയ്തപ്പോൾ ആസാഫ് തലവൻ കൂടെ ഒരു 9 പേര്, ആസാഫിനെയും കൂടെ കൂട്ടി 10 പേര്. അവര് കിന്നരം തൂക്കിയിട്ടെന്നല്ല, കിന്നരം വായിച്ചെന്നാ. വായിച്ചോ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. 16:5. ആസാഫ് തലവൻ പിന്നെ യെയ്യേല് പേര് ഇച്ചിരി ബുദ്ധിമുട്ട, ഓടിച്ചു വായിച്ചു. എല്ലാം കൂടെ 10 പേരാ. 10 പേര്. ആസാഫിനെയും കൂടെ കൂട്ടി 10. അടുത്തത് അല്ലല്ല, ഇതിന് മുകളിൽ വായിച്ചേ. വീണയും കിന്നരവും വായിച്ചു. മതി. അപ്പൊ കിന്നരം തൂക്കിയിടാനുള്ളതല്ല, വായിക്കാൻ. ദൈവം നിനക്ക് കൈക്ക് ആരോഗ്യം തന്നത് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ദൈവം നിനക്ക് കണ്ണിന് കാഴ്ച തന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം വായിക്കാനാ. ദൈവം നിനക്ക് ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇതെല്ലാം കൂടെ തൂക്കിയിട്ടേച്ച് പഴയ ചരിത്രം പറയും. ഞാൻ എന്ത് വായിച്ചതാണെന്നറിയാമോ? 82 ഞാനൊന്ന് വായിച്ചു. ഞാൻ ഇവിടെ USA വന്നപ്പോൾ ആ കൊല്ലം ഒന്ന് ഇപ്പൊ എല്ലാം തൂക്കിയിട്ടിരിക്കുക. അവിടെ പഴയ ചരിത്രം പറയാ. 80 വായിച്ചു, 82-ലൊന്ന്. ഷിക്കാഗോയിൽ ആദ്യം വായിച്ചത് ഞാനാ. എന്റെ വായന കഴിഞ്ഞാ പിന്നെ എല്ലാരും ഇവിടെ. മനസ്സിലാകാഴിയാന്നോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? അതറിഞ്ഞാ മതി. ബാക്കി വൈകിട്ട്. ഇത് അലരി വൃക്ഷത്തെ തൂക്കിയിടാനുള്ളതല്ല, ഇത് വായിക്കേണ്ടതാ. വായിച്ചാൽ എന്നാ ഗുണം? അയ്യോ, വായിച്ചാല് ഒരിക്കലും ഭൃത്യന്മാര് പറഞ്ഞു, തിരുമേനിക്ക് ഭൂതമാ. അതോ ഞങ്ങള് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളെ ഞെക്കിക്കൊല്ലാൻ വരരുത്. തിരുമേനിക്ക് ഭൂതമാ. പിന്നെ ഭൂതം മാറണമെങ്കിൽ, വിട്ടുപോകണമെങ്കിൽ കിന്നരവായനയിൽ ഒരുത്തനെ കൊണ്ടുവരണം. ഇവിടെ മുഴുവൻ ഗുണ്ടകളാ. ഇവന്മാരുടെ കയ്യിൽ ഇരിക്കുന്ന ഇടികെട്ട, നെഞ്ചക്ക, വടിവാള്, നാടൻ ബോംബ്. ഇത് വായിച്ചാലൊന്നും തിരുമേനിയുടെ ഭൂതം പോകുകയല്ല. തിരുമേനിയുടെ ഭൂതം പോകണമെങ്കിൽ കിന്നര വായനയിൽ നിപുണൻ വായിക്ക്. ഏതായാലും വായിച്ചോ. കിന്നരം അല്ലെങ്കിലും വേദപുസ്തകം വായിക്കേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 16-17 പെട്ടെന്ന് വായിച്ചോ, നേരമില്ല. ശൗല് തന്റെ ഭൃത്യന്മാരോട് കിന്നരവായനയിൽ പെട്ടെന്ന് കൊണ്ടുവേണം. ഞാന് ദുരാത്മാവ് കയറി നൊരേം പതയും ചാടി നിൽക്കുക. അതുകൊണ്ട് കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ എവിടുന്നേലും. ഇനി 17-ാം വാക്യം വായിച്ചേ അമ്മാമേ. 16 ആദ്യം വായിക്കണ്ടേ? അവനെ അന്വേഷിക്കണം. എന്നിട്ട് 17 പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എല്ലാം പറയാൻ നേരമില്ല. 23 വായിച്ചോ. ഇനി നേരമില്ല. ദൈവത്തിന്റെ പക്കൽ നിന്ന് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസം. ഇതാ കിന്നരവായനയുടെ വിശേഷത. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം. നീ കിന്നരം വായിക്കുമ്പോ ചിലർക്ക് ആശ്വാസം ഉണ്ടാകും. ചില രോഗികൾ സൗഖ്യമാകണം, ചില ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കണം, ചിലർക്ക് സമാധാനം ഉണ്ടായിരിക്കണം, ചിലർക്ക് നീക്കുപോക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കിന്നരം അലരി വൃക്ഷത്തിൽ തൂക്കി ഇടരുതെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാനാ ദൈവം നിന്നെ രക്ഷിച്ചത്. എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം.
കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചരിക്കാനല്ല എന്നെ നിന്നെ ദൈവം വിളിച്ചത്. ദൈവത്തെ ആരാധിക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ള വരല്ല. ആകയാൽ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായി, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ഓ എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. രോഗശാന്തി വെളിപ്പെടട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി ഇന്ന് പകൽ മൺകൂടാരങ്ങൾ വെളിപ്പെടട്ടെ. ഓ മൗനമായിട്ടിരിക്കരുത്, മൗനമായിരിക്കരുത്. ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ മഹത്വപ്പെടുത്ത്. സകല കെട്ടുകളിന് പകൽ പൊട്ടട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറക്കെതിരെ, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുഷിനെതിരെ, ശുശ്രൂഷക്കെതിരെ, തലമുറക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങൾ, ദുഷ്ടപോരുകൾ, പൈശാചിക ശക്തികൾ, അന്ധകാരത്തിന്റെ കോട്ടകൾ, തിരി 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 വിടുതൽ 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 വിടുതൽ, ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടകട്ടി മടകാരാജ വൈദവരവച്ച വീരവൈതൽ കൗടല കമ്പലബല, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, ഇന്ന് പകൽ വിടുതൽ. ഓ ആശ്വാസം ലഭിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ, ജയമുണ്ടാകട്ടെ, രോഗാത്മാവ് അടിഞ്ഞു മാറട്ടെ, രോഗാണുക്കൾ ഉരുകി മാറട്ടെ. അടമാറമനാഥനജാരകതല വിരിവികബലബടബല അംശസ് കൈഡബലബടബല. ഓ റിബികബലബടബല. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മ ഉള്ളിലാകുമ്പോൾ ആമേൻ. ആത്മസന്തോഷം കൊണ്ടാൻ, ഓ ആത്മസന്തോഷം കൊണ്ട് നന്ദിപ്പാൻ ആത്മമാരി നീറാക്കണമേ അന്ന് ആത്മമാരി. ആമേ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, ആമേ പാപത്തിന്റെ ഊടാറപ ശൈതൽ കമനപടം, ഓ എല്ലാ ഉള്ളത്തിൽ നിന്നും, ഓ എല്ലാ ഉള്ളത്തിൽ കരമുയർത്തി ഹല്ലേലൂയ പാടാം. 12:35 ദൈവം അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് ഏറെ സമയം ആരാധിക്കുവാനും വചനം ധ്യാനിപ്പാനും ദൈവം കൃപ നൽകുമാറാകട്ടെ എന്നോർപ്പിച്ച് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. വൈകിട്ട് 5:30 മണിക്ക് ഇവിടെ വരണമെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് മീറ്റിംഗ് നിർത്തുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ നമ്മൾ വളരെ വ്യക്തമായി ശക്തമായി ദൈവത്തിൻ്റെ ദാസനിൽ നിന്ന് നാം ദൈവാലോചന കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഒന്നും ഇനിയും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും പ്രാർത്ഥിച്ചാൽ. ഒരു പ്രസംഗം കൂടെ കേട്ടെന്ന് പറയാനല്ല, നല്ലതായിരുന്നെന്ന് പറയാനല്ല, ദൈവത്തിൻ്റെ ആലോചനയായി ഞാൻ അത് ഏറ്റെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാൽ. Shall we pray together? Shall we pray together? We will be strong in the spirit. We'll be strong in the spirit. Hallelujah. We need the anointment. We need the new anointment. No filling. New filling. ഞാൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചെന്ന് പറയാനല്ല, ഇന്ന് രാവിലെ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കുവാൻ, ആത്മനിറവിൻ ജീവിതം നയിപ്പാൻ
നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാവിലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വചനം ധ്യാനിച്ച് പല കാര്യങ്ങളും ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അല്പസമയം ഉണ്ടായിരുന്നെങ്കിലും വളരെ ശക്തമായ ദൈവീയ ആലോചന കേൾപ്പാനിടയാക്കി കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ ദാസനെ കേൾപ്പാൻ നമുക്ക് താല്പര്യത്തോടും പ്രാർത്ഥനയോടെ കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിച്ച ഈ ആരാധന ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ദൈവമക്കളിൽ ദൈവത്തെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾ പരസ്യമായും ചുരുക്കമായും വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളെ കേൾപ്പിച്ച കർത്താവേ, നല്ല വചനത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന പച്ചാ. ഹല്ലേലൂയ. ദൈവദാസനെ ഏതിനായി കർത്താവേ ഒരുക്കിയതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്ന കർത്താവേ. കേട്ട വചനം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കൊണ്ട് കർത്താവേ ഹല്ലേലൂയ അങ്ങ് ഹിതമുള്ള കർത്താവേ ഹല്ലേലൂയ ഫലം കായ്പാൻ തക്കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവേ ഞങ്ങളെ നീ സഹായിക്കണം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാം നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം കർത്താവേ. പ്രതിയാൽ കർത്താവേ യാത്രയിലായിരിക്കും നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുക്കറ കൊണ്ട് ഓരോരുത്തരെ നിറച്ചുകൊണ്ടാട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടനാ. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്താണ്. നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്താണ്. വചന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്താണ്. സ്തോത്രം എല്ലാ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്താണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്താണ്. ഇവിടുത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്താണ്. സ്തോത്രം സ്തോത്രം. യാത്ര ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്താണ്. സൗഖ്യമില്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്താണ്. നിത്യാവന്നേ നിന നിത്യാവം ധനം നിനക്ക് സത്യദൈവ സ്തോത്രത്തി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങള് പ്രായമുള്ളവർ എഴുന്നേക്കണമെന്നില്ല. ഉള്ളവര് ആ കരങ്ങൾ രണ്ട് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സർവാബേഗോമാനം സർവ മഹത്വസ്തുതിയും കരങ്ങൾ വീശി ഓ സർവാബേഗോ കരങ്ങൾ വീശി മഹത്വസ്തുതിയോ സർവേശ്വരനായേകോ വായിക്കൂ കരങ്ങൾ വീശി അമേ സർവേശ്വരനായേകോ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. വീടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകട വലിയ ഇടയനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നടത്തിപ്പും കാവലും സൂക്ഷിപ്പും നമ്മോടും സകല വിശുദ്ധന്മാരോടും ഇവിടെയും എവിടെയും അവിടെയും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും എല്ലാ ആത്മീയ കൂടിവരവുകളുടെ മേലും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പകലും പുത്രൻ മുഖാന്തരം ജയം നൽകിയ കർത്താവിന് കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ബലത്തോടെ പോയി വൈകിട്ട് ഒന്നിച്ചു കൂടാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.